ഇങ്ങനെ റിസ്കി ആയിട്ട് എന്റെ ജീവിതം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പുകയാവും. ഞാൻ ഒറ്റ മോളാ എന്റെ വീട്ടില്, ആണും പെണ്ണുമായിട്ടുള്ള ഒരേ ഒരു ഐറ്റമാണ്. ഇത് കഴിഞ്ഞ വംശനാശമാണ് ഈ ഒരു ജീനിന്. അപ്പൊ അതുകൊണ്ട് അതാ ഇല്ല കിട്ടൂല. ഞാനൊരു തവണ എന്നെ ഇതേപോലെ ഒരു സിനിമയുടെ ഷൂട്ടിന് വിളിച്ചു, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ വന്നു, ജാക്കറ്റ് ഒക്കെ ഇട്ടു, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വലിയ ലെൻസ് ഒക്കെ ഉണ്ടാവും, വലിയ ക്യാമറ, വെയിറ്റ് ഉള്ള ക്യാമറയും ലെൻസ് ഒക്കെ ആയിരിക്കും. ഞാൻ ഫുൾ സെറ്റായി വന്ന് ജീൻസ് ബൂട്ടൊക്കെ ഇട്ടാണ് നേരെ സെറ്റിൽ വരുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു വിഷാദഭാവോ ഒരു പേടിയൊക്കെ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇത്ര സൈലൻ്റ് ആണല്ലോ സെറ്റ് എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവർ നേരെ വന്നിട്ടൊരു മാവോ എന്തോ ഒരു മരം, കുറച്ച് ഹൈറ്റ് ഉണ്ട്, കയറിക്കോളം പറഞ്ഞു. കയറിക്കോളം പറഞ്ഞു. അപ്പൊ ഞാൻ നമുക്ക് ഒരു പകച്ചിലുണ്ടാവുമല്ലോ, അതെന്താ അപ്പൊ എന്താ അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കയറില്ലേ, കയറിങ്ങനെ കെട്ടിയിട്ട് അതിന്റെ ഇടയിൽ ഈ മുള വെച്ചിട്ട് അങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് ഉള്ളത്. അതൊരു പ്രോപ്പർ ഏണിയല്ല, ഏണി ഇങ്ങനെ ആടും. എന്നിട്ട് എൻ്റെ ഇപ്പോഴും അതിന്റെ ഫുട്ടേജ് ഉണ്ട്. ഞാൻ ഈ ഏണി വെച്ച് കയറിയിട്ട് മുകളിൽ ഈ യൂണിറ്റിലെ ചേട്ടന്മാർ പിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പിടിക്കണ്ടെന്ന്. അപ്പം അവിടുത്തെ ഒരു ലോക്കൽ ഒരു ചേട്ടനുണ്ട്, ഈ മരമൊക്കെ കയറി മെലിഞ്ഞായിരിക്കുന്ന പക്ഷെ ഭയങ്കര ഫിസിക്കലി ഫിറ്റാ. പുള്ളി എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ കയറ്റിയിട്ട് ഈ 2 പലക ഇങ്ങനെ അടിച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കൊമ്പിന്റെ മുകളിൽ. അതായത് 2 കൊമ്പിന്റെ ഇടയിൽ ഈ പലക വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്, ആ പ്ലാറ്റ്ഫോം പോലെ അതിന്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഞാൻ കാണുന്നത് ഒരൊറ്റ ആളില്ല മരത്തിന്റെ മുകളിൽ, ഞാൻ മാത്രം. ബാക്കി എൻ്റെ വീഡിയോ ഉണ്ട് ഇപ്പോഴും. ബാക്കി ആൾക്കാർ മുഴുവൻ താഴെയാ. എൻ്റെ ഈ ക്യാമറയും ഞാൻ എന്നിട്ട് എൻ്റെ കയ്യിൽ ഫോണുണ്ട്, ഞാൻ അതിൽ വീഡിയോ എടുത്തു. താഴെ ഒരു ബെഡ് പോലും ഇട്ടിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ റിസ്കി ആയിട്ട് എന്റെ ജീവിതം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പുകയാവുന്നു. കാരണം ഞാൻ കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാറില്ല. ഇപ്പൊ ഒരു സിനിമ നമ്മളിലേക്ക് വരുമ്പോ അതിന്റെ ഒരു എത്രത്തോളം നമുക്കത് അപകടമാണ്. പടത്തിന്റെ പേര് പടം റിലീസായിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ആലോചിക്കണമെന്നറിയോ, ഒരു 10 മണിയൊക്കെ ഉണ്ടാവും ഷൂട്ട് തുടങ്ങാൻ. ഈ 10 മണി വരെ ഫുൾ സെറ്റ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഞാൻ വന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരൊരിക്കും ഒത്ര അഹങ്കാരം. അല്ലെങ്കിൽ എന്താവും, മെറീന വന്ന് സെറ്റ് സിനിമ മുടക്കിയെന്ന് പറയും. എനിക്ക് പ്രശ്നമാവും കരിയർ വൈസ്. അപ്പൊ ഞാൻ വെച്ചു ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വേറൊരു ഷോട്ട് വേറെ മരത്തിന്റെ മുകളില്. ഫോട്ടോഗ്രാഫർ ഞാൻ പറഞ്ഞു ഒരിക്കൽ നിങ്ങൾ എന്നെ ചതിച്ചു, ഇടയ്ക്കിടയ്ക്ക് ചതിക്കാന്ന് വിചാരിക്കണ്ട, ഇനി ഞാൻ കേറൂല പറഞ്ഞു. അപ്പം അതിന്റെ ഒരു നമ്മളിത് പറയുമ്പോൾ നമുക്കിത് തമാശയാ. പക്ഷെ എന്നാ ആലോചിക്കും, ഞാൻ ഒറ്റ മോളാ എന്റെ വീട്ടില്, ആണും പെണ്ണുമായിട്ടുള്ള ഒരേ ഒരു ഐറ്റമാണ്. ഇത് കഴിഞ്ഞ വംശനാശമാണ് ഈ ഒരു ജീനിന്. അപ്പൊ അതുകൊണ്ട് അതാ ഇല്ല കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു വേണ്ട, പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഓർമ്മയാവുന്നതിന് നല്ലത് കുറച്ച് വന്നാലും വരുന്നതിൽ അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, അമ്മയും വീട്ടുകാരെയൊക്കെ ആലോചിച്ചിട്ട് നല്ല, അതായത് ശരീരത്തിന് പ്രശ്നം വരുന്ന, അതായത് പോറലുകൾ ഏൽക്കുന്ന റോളുകൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്നത്. ആരോഗ്യത്തിന് ദയവ് ചെയ്ത്